പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവെന്ന പരാതിയിൽ 2 ഡോക്ടേഴ്സിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നടപടി വന്നിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ നടപടി എടുത്തത്. ദീപക് തരമണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ ഡോക്ടേഴ്സിന് അനുകൂലമായ റിപ്പോർട്ടായിരുന്നല്ലോ ഈ ജില്ലാ ആശുപത്രി സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. SK, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഡോക്ടേഴ്സിനെ രക്ഷിച്ചുകൊണ്ടാണ് അവിടെ ജില്ലാതലത്തിൽ നിന്നും റിപ്പോർട്ട് വന്നത്. അതായത് അവിടെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചികിത്സ നടന്നത്, വീഴ്ചകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് തലപ്പത്ത് വളരെ കർക്കശമായ നിലപാടെടുത്തു ഈ കാര്യത്തിൽ. കാരണം കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. 9 വയസ്സുള്ള വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ ദാരുണ സംഭവത്തിന് സ്വാഭാവികമായും ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്ത ഡോക്ടേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് ജൂനിയർ റെസിഡന്റുമാരായ 2 പേർക്കെതിരെ ഈ വിഷയം ആദ്യം കൈകാര്യം ചെയ്ത 2 പേർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പ് കടന്നത്. യഥാർത്ഥത്തിൽ അവരെ രക്ഷിച്ചുകൊണ്ടായിരുന്നു DMO തലത്തിലുള്ള റിപ്പോർട്ട്. ഏതെങ്കിലും രീതിയിൽ വീഴ്ച പറ്റിയിട്ടില്ല, പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചു. മാത്രവുമല്ല, അത് ഇത്തരത്തിലുള്ള കേസുകൾ, ഇൻഫെക്ഷനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ട് തന്നെ വൈകിയാണ് നൽകിയത്. നേരത്തെ ആരോഗ്യമന്ത്രി കർക്കശമായി എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എന്നാൽ വൈകിയാണ് റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ, മുസ്തഫ, സർഫറാസ്, ഈ 2 ഡോക്ടേഴ്സിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോൾ അത് ഉത്തരവായി മാറിയിരിക്കുന്നു. ഉത്തരവിൻ്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിനോദിനിയുടെ കൈമുറിച്ച സംഭവത്തിൽ അതിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിലാണ് മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ട് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. SKN, ഈ സസ്പെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ കുട്ടിയുടെ വലത് കൈ മുറിക്കേണ്ടി വന്ന സാഹചര്യത്തെ വളരെ തെറ്റായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാരണം ഡോക്ടർമാരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ റിപ്പോർട്ട് വളരെ ശാസ്ത്രീയമായി ശ്രമിച്ചു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് കൂടി ഇടപെട്ടാണ് ഈ സസ്പെൻഷൻ ഉറപ്പുവരുത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ലഭിച്ചോ? SKN, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഒരു കുട്ടിയുടെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടി വിനോദിനി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും സർക്കാർ ആശുപത്രിയെ അത്താണിയായി കരുതി ചേട്ടനുമായി കളിക്കുന്ന സമയത്ത് പരിക്ക് പറ്റുന്നു. ആ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം, ആ സംഭവത്തിൽ ഒരു കടുത്ത നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജ് എടുത്തു എന്നുള്ളതാണ്. കാരണം അവരൊരു അമ്മയാണ്, സ്വാഭാവികമായും ഇത്തരം ഒരു വേദന അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവർ ഇതിൽ ശാസ്ത്രീയമായ അന്വേഷണം വിശദമായി വേണമെന്ന് DHSനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ DHS DMOയുടെ റിപ്പോർട്ട് ഫോർവേഡ് ചെയ്യുക മാത്രമായിരുന്നു ഉണ്ടായത്. അത് ആരോഗ്യവകുപ്പ് തലപ്പത്ത്, അതായത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി DHS തലത്തിൽ ഒരു കൂടിയാലോചന നടക്കുന്നു. ആ റിപ്പോർട്ടിലെ അപാകതകൾ മാത്രവുമല്ല, SKN, ഒരു 9 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നതിന് മുൻപ് നടപടിക്രമങ്ങൾ, ചട്ടങ്ങൾ, ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ വിധേയമായി ഉന്നത തലത്തിലുള്ള അന്വേഷണം നടക്കുന്നു. അതിന് വിധേയമായിക്കൊണ്ട് ഈ 2 പേരെ, അതായത് ഈ വിനോദിനിയുടെ ചികിത്സ കൈകാര്യം ചെയ്ത 2 പേർ, മുസ്തഫയും സർഫറാസും, ഈ 2 ഡോക്ടേഴ്സിനെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അത് SKN പറഞ്ഞതുപോലെ ഈ സർക്കാർ തലത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തു ആ കാര്യത്തിൽ. കാരണം ഇതിലൊരു സമൂഹ മനസ്സാക്ഷിയുണ്ട്. മറ്റൊന്ന്, ഒരു പിഞ്ചു കുട്ടിയുടെ, ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കൈയാണ്, വലത് കൈയാണ് മുറിച്ചു മാറ്റുന്നത്. ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ. മാത്രവുമല്ല, SKN, ഇന്നലെ ആ കുട്ടിയുടെ കുടുംബം പറഞ്ഞത് ഈ കൈ നോക്കിയിട്ട് ആ കുട്ടി കരയുകയാണ് ഇപ്പോൾ ബോധം വന്നപ്പോൾ എന്നാണ്. അങ്ങനെയുള്ള ഒരു ദുഃഖകരമായ സംഭവത്തിലാണ് സർക്കാർ കടുത്ത നടപടിയിലേക്ക് കടന്നത്. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.